സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. പ്രണയപ്പകയിൽ നടത്തിയ നീചമായ കൊലപാതകത്തിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായത്. ഹൊറർ സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ നടത്തിയ കൊലപാതകത്തിൽ സംഭവ സമയത്ത് വിഷ്ണുപ്രിയ സുഹൃത്തുമായി നടത്തിയ വീഡിയോ കോളിലെ പതിഞ്ഞ 13 സെക്കൻഡ് ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല ഫോൺ കോളുകളും ഉണ്ടായിരുന്നു. പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് ഭാഗം നടത്തിയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത്തരം സംഭവങ്ങൾ, ഈ പ്രണയപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങൾ ഒട്ടേറെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന ഏറ്റവും നടുക്കുന്ന ഒരു കൊലപാതകമായിരുന്നു കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസ്. ഈ സംഭവം നടന്ന് 1.5 വർഷം പൂർത്തിയാകുമ്പോൾ, 2 വർഷം തികയും മുൻപ് തന്നെ കേസിൽ ഈ പ്രതിയെ കുറ്റക്കാരെന്ന് വിധിക്കാൻ കഴിയുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുന്നു. അത് പ്രോസിക്യൂഷന്റെ വലിയ നേട്ടമായി തന്നെ കാണണം. പ്രത്യേകിച്ചും സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ നിർണായകമായിരുന്നത്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഒരു പരമാവധി ശിക്ഷ ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ്. ജീവപര്യന്തം വരെയും കിട്ടാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ഏത് രീതിയിലുള്ള ശിക്ഷ പ്രതിക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ബൈജു, ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പൈശാചികമായ ഒരു കൊലപാതകമാണ് കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടേത്. എന്തായാലും ഈ കേസിൽ ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസ്. എന്നിട്ടും ഈ പ്രതിനെ ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ വിഷ്ണുപ്രിയ സുഹൃത്തുമായി വീഡിയോ കോളിലൂടെ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രതി ഈ കൊലപാതകം നടത്താൻ വരുന്നത്. ഇതിന്റെ 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ഈ പ്രതി ഈ വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത് അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. ഈ മരണപ്പെട്ടതിന് ശേഷവും 29 തവണ ശരീരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വളരെ പൈശാചികമായ ഒരു കൊലപാതകം നടന്ന് പോലീസിന്റെ ശാസ്ത്രീയമായ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഏതായാലും തിങ്കളാഴ്ചയാണ് ഇതിന്റെ ശിക്ഷാവധി. ഇതിൽ പ്രധാനമായും 2022 ഒക്ടോബർ 22-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇവർ വീട്ടിൽ മരണാനന്തര ചടങ്ങുകൾക്കായി വീട്ടുകാർ പോയ സമയത്താണ് ഈ പ്രതി ഒരു ബൈക്കിലൂടി വരുന്നത്. ഈ ബൈക്കിൽ പ്രതി വരുന്ന CCTV ദൃശ്യം, അതുപോലെ തന്നെ ഒരു സാക്ഷി ഇതിൽ പ്രധാനമാണ്. ഒപ്പം ഈ പ്രതി ആയുധം വാങ്ങിയതും അതുപോലെ തന്നെ ഈ ചുറ്റിക വാങ്ങിയതിനും CCTV ദൃശ്യങ്ങളുണ്ട്. ഇതും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തായാലും 72 സാക്ഷികൾ, അതായത് നേരിട്ട് ദൃക്സാക്ഷികളല്ല, 72 സാക്ഷികൾ. ഒപ്പം ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് വിപിൻ രാജും ഈ കേസിലെ പ്രധാന സാക്ഷിയാണ്. എന്തായാലും ഇതിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഇത്തരത്തിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിലെ സഹോദരിമാർക്ക്, കേരളത്തിലെ മക്കൾക്ക് ഈ
വിധി സമർപ്പിക്കുന്നതാണ്. അത്തരത്തിൽ വലിയ തോതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ കേട്ടിരുന്നു. പക്ഷേ ഒരു ഹൊറർ സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ നടപ്പിലാക്കിയ ഒരു കൊലപാതകം, അത് പൈശാചികമായ ഒരു കൊലപാതകം, വലിയ ഞെട്ടലുണ്ടാക്കിയ കൊലപാതകം, ആ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതി കൊലപാതകം നടത്തിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ്. പ്രതി പറഞ്ഞത് കൂടിപ്പോയാൽ 13 വർഷം ശിക്ഷിക്കും, അപ്പോഴും എനിക്ക് 39 വയസ്സാകും, പുറത്തിറങ്ങാൻ പറ്റും, സുഖമായി ജീവിക്കാൻ പറ്റും. ഇത്തരത്തിലായിരുന്നു ഈ പോലീസിന് ഇത്തരത്തിൽ നൽകിയ ഒരു മൊഴി ഈ കൊലപാതകം നടത്തിയ ഈ പ്രതിയുടെ. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും പ്രതിക്കുണ്ടായിരുന്നില്ല. ഇത് കോടതിയെ ബോധിപ്പിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അത് ഏതായാലും തെളിയിക്കാൻ സാധിച്ചു. ഇന്ന് കോടതിയിലുണ്ടായ രംഗം, ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതിയെ ഹാജരാക്കിയപ്പോൾ തലകുലിച്ചാണ് ഇയാൾ ജഡ്ജിന് മുമ്പിൽ നിന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇതിന്റെ വാദം നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഇതിന്റെ വിധി പ്രസ്താവിക്കുമെന്ന് പറഞ്ഞത്. ഏതായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും മിനിമം ജീവപര്യന്തം, മാക്സിമം വധശിക്ഷ. ഇതാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒരു വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതൊരു മെസ്സേജ് ആയിരിക്കണം, ഇതൊരു പാഠമായിരിക്കണം ഇത്തരത്തിലുള്ളവർക്ക്. ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഈ പ്രതിയുടെ സ്വഭാവ ദൂഷ്യത്തിൽ പ്രശ്നത്തെ തുടർന്നാണ് പെൺകുട്ടി ഇയാളുമായി അകലുന്നത്. ആ ഒരു പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിലുള്ള ഹീനമായ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു സാക്ഷികളെ ഇല്ലാത്തൊരു കേസിലായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ഇത്തരത്തിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ സാധിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഈ പെൺകുട്ടിയുടെ മാതാവും ഒപ്പം സഹോദരിയും ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു വിധി കേൾക്കാനായി. അവരും പറഞ്ഞത് സന്തോഷമുണ്ടെന്നാണ്. ഇത്തരത്തിൽ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന തരത്തിൽ തന്നെയാണ് അവരും പറഞ്ഞത്. ഏതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ നിരവധി സംഭവം. നമുക്ക് നേരത്തെ ആസിഡ് ആക്രമണം കുടുംബവും പ്രതികരിച്ചതുപോലെ നമ്മളോട് പറഞ്ഞതുപോലെ ഈ വധശിക്ഷ വേണമെന്നൊരു ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജീവപര്യന്തം മാത്രം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതായത് സാധാരണ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേസുകളിൽ മാത്രമാണ് വധശിക്ഷ. ഈ കേസിൽ അത്തരം ഒരു സാഹചര്യമില്ല. ഒരു അപൂർവ സ്വഭാവമുള്ള കേസാണ്. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ പൂർണ്ണമായും സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ജീവപര്യന്തം ശിക്ഷയായിരിക്കുമോ? തീർച്ചയായും അപൂർവങ്ങളായ ഒരു കേസ് ആണ് ഇതെന്നാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ശിക്ഷ ഉണ്ടാകണം. അത് ഏറ്റവും പരമാവധി വധശിക്ഷ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിന് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിച്ചത് അത് തന്നെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ജീവപര്യന്തം തടവ് എന്തായാലും ഉണ്ടാവണം എന്ന തരത്തിൽ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും വാദമുന്നയിച്ചത്. അതേസമയം ഇത്തരത്തിൽ ഇനിയൊരു സഹോദരിമാർക്കോ അല്ലെങ്കിൽ പെൺമക്കൾക്കോ ഇങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിൽ വധശിക്ഷ തന്നെ നൽകണം എന്ന ഒരു വാദഗതി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അത് കോടതി ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു, അത് ഏത് രീതിയിൽ വരുന്നു എന്നത് തിങ്കളാഴ്ച തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കണം എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഈ പ്രതി അറിയിക്കുന്നില്ല. അതിൽ വധശിക്ഷ വരെ എത്താം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ തെളിവുകളെല്ലാം ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ നേരിട്ട് സാക്ഷികൾ ഇല്ലെങ്കിലും ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ഈ ആൺ സുഹൃത്ത്, അതായത് വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്ത് 13 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ദൃശ്യം ജഡ്ജിന് കാണിക്കാൻ പ്രോസിക്യൂഷൻ ജഡ്ജി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതി ആയുധം വാങ്ങുന്ന ദൃശ്യങ്ങൾ, ഒപ്പം ഇത് കൃത്യം കഴിഞ്ഞതിന് ശേഷം ഇരുചക്ര വാഹനത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ, ഒപ്പം അതേ ഷർട്ട്, അതേ കൊലപാതകം നടത്തുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഷർട്ട്, അതേ സംഭവം, അത് ദൃക്സാക്ഷികൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊക്കെ പ്രോസിക്യൂഷന് കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഈ കേസ് ഏറെ ആകാംക്ഷയോടാണ് കാത്തിരുന്നത്. കാരണം എന്ത് ശിക്ഷ വിധി നൽകും? കാരണം ഇപ്പോഴും ഈ പ്രതിക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലാണ് പ്രതിയുടെ പെരുമാറ്റങ്ങൾ എന്നതാണ് ഏറ്റവും ഇതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. എന്തായാലും ഇത്തരം അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി. ഈ പ്രതിയെ കോടതിയിൽ എത്തിച്ചപ്പോഴും, അതായത് തുടക്കത്തില്
ഈ കൊലപാതകം നടന്ന് പിന്നീട് തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഈ ശിക്ഷാവിധി കേൾക്കാൻ എത്തിയപ്പോഴൊക്കെ യാതൊരു ഭാവഭേദവുമില്ല, യാതൊരു കുറ്റബോധവുമില്ല. അതായത് കരുതിക്കുട്ടിയുള്ള കൊലപാതകം, വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്തിനെ, കാമുകിയെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യം. ആ ഒരു കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ബൈജു, ഈ തന്റെ പ്രണയം നിരസിച്ചു, മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു, ഈ വിഷ്ണുപ്രിയയ്ക്ക് ഒരു പ്രണയബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു സൗഹൃദമുണ്ട് എന്ന് സംശയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പക മനസ്സിലിട്ട് നടക്കുന്നു, പിന്നീട് കൊലപാതകം നടത്തുന്നു. അതാണ് ഈ കേസിന്റെ ഒരു അടിസ്ഥാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ബൈജു? തീർച്ചയായും അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ ബിപിൻ രാജ് ഈ കേസിലെ പ്രധാന സാക്ഷി കൂടിയാണ്. ഈ വീഡിയോ കോളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് വിഷ്ണുപ്രിയയും ബിപിൻ രാജും തമ്മിൽ ഇത്തരത്തിൽ വീഡിയോ കോൾ നടത്തുന്ന സമയത്താണ് ഈ കൊലപാതകം ഉണ്ടായത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയും ബിപിൻ രാജ് തന്നെയാണ്. ഈ പ്രതിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഈ വിഷ്ണുപ്രിയ ഇയാളിൽ നിന്നും അകന്നു. തുടർന്ന് ഇത്തരത്തിൽ ബിപിൻ രാജുമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇയാൾ സംശയിക്കുന്നത്. ആ ഒരു സംശയത്തിന്റെ മുകളിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത്. വീട്ടിൽ ആരുമില്ലാത്തൊരു സമയത്ത്, അതായത് വീട്ടുകാരെല്ലാം മരണാനന്തര ചടങ്ങിനായി പോയ സമയത്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൊറർ സിനിമ കണ്ട് അതേ രീതിയിൽ നടപ്പിലാക്കിയ ഒരു കൊലപാതകമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ രീതിയിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് നിരവധി ആയുധങ്ങൾ ഇയാൾ ഇതിനായി ശേഖരിച്ചു. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കഴുത്തറുത്ത്, അത്തരത്തിൽ ഇരുതല ഇതിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് വളരെ പൈശാചികമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകം. പിന്നീട് മരണപ്പെട്ടതിന് ശേഷവും 29 കുത്തുകളാണ്, ഈ പെൺകുട്ടിയുടെ മുറിവുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ ആസൂത്രണം ചെയ്തൊരു കൊലപാതകം. പക്ഷേ എന്നിട്ടും ഈ തെളിവെടുപ്പിന് ഉൾപ്പെടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. തെളിവെടുപ്പിന് ഉൾപ്പെടെ ഈ പ്രതിയെ എത്തിച്ചപ്പോൾ മുഖഭാവ് യാതൊരു മാറ്റവും, ഒരു കൂസലും ഇല്ലാത്ത രീതിയിലായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഈ പ്രതികരണം ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് പരമാവധി 13 വർഷം ശിക്ഷ കിട്ടും ഈ കൊലപാതകത്തിന്, പിന്നീട് തനിക്ക് പുറത്തിറങ്ങാൻ പറ്റും, സുഖമായി ജീവിക്കാൻ പറ്റും. ഇത്തരത്തിലൊക്കെയായിരുന്നു ഈ പ്രതിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഈ കേസ് അപൂർവം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി ഇന്ന് കോടതിയിലെത്തിയത്. താൻ പരമാവധി ജീവപര്യന്ത ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പരമാവധി ശിക്ഷ ഒരു 20 വർഷം ശിക്ഷ ലഭിച്ചാൽ പോലും താൻ പുറത്തിറങ്ങുമെന്നാണ്, ജീവപര്യന്ത ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങും, പിന്നീട് താൻ സുഖമായി ജീവിക്കുമെന്നാണ് ഈ കൊലയാളിയായിട്ടുള്ള ശ്യാംജിത്ത് പിന്നീട് പോലീസിനോട് പോലും പറഞ്ഞത്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിലാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. ഇന്ന് പകൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നടപടി. VV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, നേരത്തെ CBIയുടെ ആദ്യം CBI നടത്തിയ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പല തെളിവുകളും പരിശോധിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം പിതാവ് ഉന്നയിച്ചിരുന്നു. അതിനുശേഷം കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ, തനിക്ക് രണ്ട് യുവാക്കളുടെ, ജസ്നയുടെ 2 സുഹൃത്തുക്കളെ സംബന്ധിച്ച് സംശയമുണ്ട്, അക്കാര്യങ്ങളൊക്കെ CBIയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും പരിശോധിച്ചില്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ ജസ്നയുടെ പിതാവ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇത്തരം ആരോപണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണോ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? വിനോദ്, ടോം, കോടതി ജസ്നയുടെ പിതാവ് നൽകിയ തെളിവുകൾ അത് പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ജസ്നയുടെ പിതാവ് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. പ്രധാനമായും അദ്ദേഹം അജ്ഞാത സുഹൃത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ജസ്നയ്ക്ക് അങ്ങനെ ഒരു അജ്ഞാത സുഹൃത്തുണ്ട്. അല്പം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ 2 പേരുടെ കാര്യം ഈ നിലയ്ക്ക് പറയുന്നുണ്ട്. വ്യാഴാഴ്ചകളിൽ ജസ്ന പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ദേവാലയം, അവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഈ 2 വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഈ കാര്യങ്ങളൊന്നും തന്നെ ലോക്കൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ CBIയുടെയോ അന്വേഷണത്തിലേക്ക് വന്നിട്ടില്ല. ഇവർ ഇക്കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമല്ല
എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് CJM കോടതി ആവശ്യപ്പെട്ടത് കൈവശമുള്ള തെളിവുകൾ അത് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ നേരത്തെ കൈമാറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. മാത്രവുമല്ല കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഈ തെളിവുകളും കേസ് ഡയറിയും ഒത്തുനോക്കിയാണ്, അതായത് ഈ പറയുന്ന തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടോ എന്ന കാര്യം കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ തുടരന്വേഷണം വേണം എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. അങ്ങനെ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് ജസ്നയുടെ അച്ഛൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാകണം ഇങ്ങനെ ഒരു വിധിക്ക് അടിസ്ഥാനമായത്. ഇതിൽ നേരത്തെ ക്ലോഷർ റിപ്പോർട്ട് CBI നൽകിയപ്പോഴും ജസ്നയുടെ പിതാവ് പറയുന്നതും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഇരു കൂട്ടരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. CBI അങ്ങനെ ഒരു നിലപാടിലേക്കാണ് എത്തിയത്, അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ എത്തിയത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന ഒരു കൺക്ലൂഷൻ, അങ്ങനെ ഒരു നിഗമനത്തിൽ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നു. മാത്രവുമല്ല CBI പക്ഷേ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ്, എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ വരുന്ന സമയത്ത് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സമില്ല, അതായത് അന്തിമമായി ഈ കേസ് അവസാനിപ്പിക്കുകയല്ല എന്നൊരു നിലപാട് ആ സമയത്ത് തന്നെ CBI എടുത്തിരുന്നു. എന്നാൽ ജസ്നയുടെ മുറിയിൽ രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തി എന്നതടക്കമുള്ള ജസ്നയുടെ പിതാവിന്റെ വാദങ്ങൾ അതെല്ലാം തന്നെ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ ഖണ്ഡിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു വസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അത് ലോക്കൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ CBIയുടെയോ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ തെളിവുകൾ കൂടുതൽ വരുമ്പോൾ മറ്റ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ജസ്നയുടെ പിതാവ് നേരത്തെ തന്നെ CBIക്ക് ഈ തെളിവുകൾ കൈമാറിയില്ല എന്ന ചോദ്യം. അവിടെ അദ്ദേഹം പറയുന്നത് ഇത് കോടതി മുഖാന്തരം നൽകാൻ തീരുമാനിച്ചിരുന്നു. നേരിട്ട് CBI അന്വേഷണത്തിന് കൈമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ CBI അന്വേഷണ സംഘം പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ അജ്ഞാത സുഹൃത്ത് ഈ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷം വിനോദ്, ഇപ്പോൾ ജസ്നയുടെ ഈ കോടതി ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം ജസ്നയുടെ പിതാവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. രണ്ടുപേരെയാണ് സംശയിക്കുന്നതെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത്. മകളെ അപായപ്പെടുത്തിയെന്നാണ് സംശയം. തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പുനരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നുമാണ് ജസ്നയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വിധി പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. പുതിയ കുടുംബ തെളിവുകളാണ് പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിൻ്റെ തുടരന്വേഷണം അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ്. അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം അവർ CBIയുടെ SPDയിലെ ഞാനത് രഹസ്യ ഫയലുകൾ കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് CBIയുടെ SPയെ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുകയുള്ളൂ, SPയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ. ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അന്നേരം ചാനലിൽ വരണമെന്നില്ല. അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഴ്ചയായിട്ട് തോന്നുന്നില്ല. അത് എല്ലാവരെയും ചോദ്യം ചെയ്തങ്ങ് പോകും. അത് പോയിന്റ് ചെയ്ത് കൃത്യമായ ഇച്ചിരൂടെ സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. അതെ 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 അതെ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരെ വഴിതെറ്റിച്ച് കാണുമോ അന്വേഷണത്തിൽ ഈ പറയുന്ന സംശയിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും? തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് മുക്കത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ മുക്കോട്ട് പറയുണ്ട്, നിങ്ങളിപ്പോൾ വന്ന അരുവി അവിടുന്ന് ഒരാൾ ഈയിടെ കത്തിട്ടു, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പം ആ വഴിയിലേക്ക് പോലീസ് പോകും. അവർക്ക് ഞാനിവിടെ കൂടിയായിരിക്കുമല്ലോ. എൻ്റെ സൂചന വെച്ച് ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിചാരം. ഈ തെറ്റിദ്ധാരണയൊക്കെ പരത്തിയ വഴികളിലൂടെയാണോ നമ്മളുടെ അന്വേഷണം പോയത്? എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പോയ വഴി എന്ന് പറയുമ്പോൾ ഏകദേശം തെറ്റിദ്ധാരണ പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം ഒറ്റുനോക്കുന്ന, മലയാളി സമൂഹം മൊത്തം ഒറ്റുനോക്കുന്നൊരു സംഭവമാണ് ജസ്നയുടെ മിസ്സിംഗ് കേസ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം
അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. കണ്ടിരുന്നു, കോടതിയിൽ വെച്ച് എല്ലാ പ്രാവശ്യവും കാണുന്നു. കുറച്ച് ഗ്രൂപ്പിനെയാണോ എങ്ങനെയാണ് നമ്മളൊരു സംശയങ്ങൾ കൊടുത്തത്, ഒരാളിലേക്കാണോ ഏകദേശം? കുറച്ച് ഏതാണ് 1-2 വ്യക്തികളില്ല.